തമീമത്ത് ധരിക്കുന്നത് ശിർക്കാണെന്ന് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് 10 ആളുകൾ വന്ന് ബൈഅത്ത് ചെയ്ത ഹദീസിൽ പറഞ്ഞ ഒരാൾ ചരട് ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ജാഹിലിയ കാലത്തുള്ളതാണ് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ള പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഈ കാലത്ത് മന്ത്രിച്ചൂതി ചരട് കെട്ടുന്നത് തെറ്റില്ല, അത് ജാഹിലിയ കാലത്തെ അതുപോലെയല്ല. തന്നെ മുല്ല അലിയുൽ ഖാരിയുടെ ഒരു ചരിത്ര പുസ്തകത്തിൽ ഒരു ഹദീസുണ്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ചരടിലൂതി കെട്ടിക്കൊടുക്കുന്ന ഒരു ചരിത്രം അതിൽ പറയുന്നുണ്ട്. ഇത് ശരിയാണോ? ഇതുകൊണ്ട് മന്ത്രിച്ചൂതി ചരട് കെട്ടുന്നത് ഹലാലാകുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, അത് ശിർക്കിന്റെ ആളുകാർ കെട്ടിക്കൊടുത്തതായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നബിന്റെ അടുത്തേക്ക് സഹാബിയാവാൻ വരുന്ന ആളല്ലേ, ഈ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവരുടെ ശിർക്കിന്റെ ആളുകളുടെ കയ്യിൽ നിന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എന്നാൽ റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ നബി മരിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു സഹാബി ഈ ഐക്കല്ല് കെട്ടിക്കൊടുത്തായിട്ട് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയുമോ? അപ്പൊ ഈ സഹാബിക്ക് മുശ്രിക്കിന്റെ കയ്യിൽ നിന്ന് ഐക്കല്ല് കിട്ടി. കാരണം എന്താ പറയുക, മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മൊത്തം പരിശോധിച്ചാൽ ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഹദീസുകൾ എല്ലാ സഹീഹുകളിലും എല്ലാ സുനനുകളിലും എല്ലാ മുസ്നദുകളിലും എല്ലാ മുസന്നഫുകളിലും മുഴുവൻ ജാമികളിലും പരിശോധിച്ചാൽ ഒരൊറ്റ ഹദീസിലും റസൂലുള്ളാഹിയോ അവിടുത്തെ സഹാബാക്കളോ ഏതെങ്കിലും പ്രായപൂർത്തിയായ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഐക്കല്ല് കെട്ടിക്കൊടുത്തു എന്ന ഒരു രേഖ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തെങ്കിലും കൊണ്ട്, ഇനി ഖുർആനാവട്ടെ ഹദീസാവട്ടെ, എന്തെങ്കിലും ഒരു ദിക്ർ എടുത്തിട്ട് ഒരു കടലാസിലോ എന്തിലെങ്കിലും എഴുതിയിട്ട് പ്രായപൂർത്തിയായ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഐക്കല്ല് കെട്ടിക്കൊടുത്തു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലേ കാണില്ല. ഇമാം നബവി പറഞ്ഞത് എന്താണ്? മുശ്രിക്കുകൾ കെട്ടിക്കൊടുത്താണത്. കാരണം എന്താ? മുസ്ലിങ്ങൾ കെട്ടിക്കൊടുക്കാറില്ല എന്ന്. മുസ്ലിങ്ങൾ റസൂലുള്ളാഹിന്റെ സഹാബത്ത് താബീകൾ തബഴ് താബികൾ ഇവരാരും കെട്ടിക്കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് മുസ്ലിം കാലത്തുനിന്ന് കിട്ടൂല. ഇത് കെട്ടിക്കൊടുക്കുന്ന ആൾക്കാർ മുശ്രിക്കുകളാണ്, അതുകൊണ്ട് അവരിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് റസൂലുള്ളാഹി മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ഐക്കല്ല് കെട്ടിയവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, സൗദി അറേബ്യയിലെ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. ഒരു സഹോദരന് നാട്ടിൽ നിന്ന് ഏതോ മുസ്ലിയാക്കന്മാർ ഐക്കല്ല് കെട്ടിക്കൊടുത്തു. ആ സാധു മനുഷ്യൻ അത് കെട്ടി. അങ്ങനെ ചെക്ക് പോയിന്റിൽ പോലീസ് ചെക്കിങ് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അരയിൽ നിന്ന് ഇത് കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം, സൗദി പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ബോർഡറിന്റെ അടുത്ത സ്ഥലം ജിസാന്റെ ഭാഗത്ത വല്ല സ്ഫോടക വസ്തുക്കൾ അരി കെട്ടിയിരിക്കുകയാണോ എന്ന് അവറ്റങ്ങൾക്ക് ബേജാറായി. അവർ പിടിച്ചുകൊണ്ടുപോയപ്പോൾ പറഞ്ഞത് അത് ഭയങ്കര സംഭവമാണ്, അത് അവിടുത്തെ തങ്ങൾ തന്നതാണ്, അതിമ ശുദ്ധിയില്ല, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ അവനാകെ വെപ്രാളം. അതിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ലാസ്റ്റ് കേസായി. കോടതിയിൽ നിന്ന് വിധി വന്നതെന്താ അറിയോ? 6 മാസം ജയിൽ ശിക്ഷയും 60 ചാട്ടവാറടിയും. കാരണം സൗദി അറേബ്യയിൽ ഖുർആനും ഹദീസും ആ ഭരണഘടന. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മുടെ ആളുകൾ ഇത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ നടന്ന സർവ്വ സംഭവങ്ങളും നമുക്കറിയാം. എന്തൊക്കെ നബി മൂത്രയിക്കാൻ പോയത്, മലമൂത്ര വിസർജനത്തിന് പോയത്, നബി എവിടെയൊക്കെ പോയോ, എങ്ങനെയൊക്കെ, നബിന്റെ വസ്ത്രം, നബിന്റെ മുടി, നബിന്റെ നഖം, നബിയുടെ മുടിയിൽ നിന്ന് എത്ര എണ്ണം ചുമന്ന കളർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വെള്ള കളർ ഉണ്ടായിരുന്നു ഒക്കെ നമുക്കറിയാം. അത്രയും കൃത്യമായി രേഖപ്പെടുത്തി. എന്നാൽ ഏതെങ്കിലും ഒരു ഹദീസിന്റെ വാലിൽ നബി ഒരു ഐക്കല്ല് കെട്ടിയുന്നുണ്ടോ? സഹാബാക്കൾ കെട്ടിയുന്നുണ്ടോ? അങ്ങനെ പരിപാടിയേ ഇല്ല. എന്നാൽ നബി അതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് പോയി പെടരുത്. നമ്മുടെ തൗഹീദ് തകരുന്ന പ്രവണതയാണതെന്ന് നാം മനസ്സിലാക്കുക.